ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് ഈസി ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം, പക്ഷേ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4-5 ഏലക്ക ചെറുതായി ഒന്ന് ചതച്ചെടുത്തതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ട കൂടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 1/4 കപ്പോളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല, അതുകൊണ്ട് കുറച്ചേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ടോട്ടൽ ഇപ്പോൾ ഞാനൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കട്ടയില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കുന്നത്. മിക്സിയിൽ അടിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം, പക്ഷേ ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് തന്നെ നമ്മുടെ പഴംപൊരിയൊക്കെ സൂപ്പറായി വരും. ഇതാ ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടയില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു പാകം. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിക്കാം. ഞാനിപ്പോൾ നടു മുറിക്കുന്നുണ്ട്. ഇത്രയും നീളം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ചെറിയ കഷ്ണങ്ങളാവാനും പാനിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പഴം 4 കഷ്ണം എന്നുള്ള ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അധികം തിക്ക് കുറയ്ക്കരുത്, ഈ ഒരു അളവിൽ കട്ടി ഉണ്ടാവണം. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായ ഒരു ഹലുവയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി കണ്ടേക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാ ഞാനിപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിക്കാനുള്ള പരിപാടികൾ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും കൂടി എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതേ പേര് തന്നെയാണ്, ഷഹനാസ് ഈസി ടിപ്സ്. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ പഴങ്ങളും അതുപോലെ എടുത്തിട്ട് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മുടെ മാവിൽ മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. പഴം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ പഴംപൊരി ഇവിടെ റെഡി ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.